ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തെങ്കിലും വിശേഷം എല്ലാവരും അടിപൊളിയായിട്ടിരിക്കില്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണം. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയിട്ട് വന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ അല്ല, നമ്മളിന്നൊരു സ്ഥലത്തേക്ക് പോവാണ്. ഓക്കെ, അതിന് മുന്നേ ഐ എം റിയലി സോറി ഫോർ മൈ ബാക്ക്ഗ്രൗണ്ട്. പ്ലീസ് ഇഗ്നോർ ദാറ്റ്. കാര്യം എനിക്കത് ക്ലിയർ ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല പോകുന്നതിൻ്റെ മുന്നേ. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു എക്സ്ക്യൂസാണ് ടൈം കിട്ടിയില്ല എന്നുള്ളത്. പക്ഷേ ഡെഫിനറ്റ്ലി അടുത്ത വീഡിയോയിൽ ഞാനത് ശ്രദ്ധിക്കുന്നതായിരിക്കും. കഴിഞ്ഞ 2 വീഡിയോയിലും ഞാൻ ഈ ഈ സെയിം മിസ്റ്റേക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ഓക്കെ, നമ്മളിപ്പം പോകുന്നത് നമ്മുടെ ബാലുശ്ശേരിക്കാരുടെ സ്വന്തം അല്ലെങ്കിൽ പേരാമ്പ്രക്കാരുടെ സ്വന്തം എന്ന് പറയപ്പെടുന്ന വയലടയിലോട്ടാണ്. കാര്യം കുറേ നാളെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു വയലടയിൽ പോകണമെന്ന്. ഞാൻ എൻ്റെ കോളേജ് സിൽവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു. അവിടെ പഠിച്ചിരിക്കുന്ന ടൈമിൽ നമ്മുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സൊക്കെ പോകുന്ന ടൈമിൽ എനിക്ക് അവിടെ പോകണം തന്നെയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കല്യാണം കഴിഞ്ഞ് പോകാനുള്ള യോഗമാണ് എനിക്ക് കിട്ടിയത്. അപ്പം നമ്മൾ അവിടേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു റെഡി ആവുന്നതിൻ്റെ ഒരു വീഡിയോ പോലെ എടുത്തുന്നേ ഉള്ളൂ. ഈ ഒരു ഓറഞ്ച് ബനിയൻ വരുന്നത് അപ്പൂൻ്റെയാണ്. ഞാൻ അവൻ്റെ നിന്ന് അടിച്ച് മാറ്റിയതാണ് ഗൈസ്. ഇപ്പം മോസ്റ്റ് ഓഫ് ദി ടൈം വീട്ടിൽ നിന്നാണെങ്കിലും പുറത്ത് പോകുമ്പോഴാണെങ്കിലും ഞാൻ അവൻ്റെ ഡ്രസ്സാണ് ഇടുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 2:30-2:45 ആയപ്പോഴത്തേനാണ് നമ്മൾ ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നു ബൈക്കിലൊക്കെ പോകുമ്പോൾ അറൗണ്ട് ഒരു 45-50 മിനിറ്റ്സ് ഒക്കെ എടുക്കുകയുള്ളൂ എന്ന്. പക്ഷേ അങ്ങോട്ടേക്ക് പോകുമ്പം റോഡ് യാത്ര എന്ന് പറയുന്നത് വളരെ ദുസ്സഹനീയമാണ്. കാര്യം പോയിട്ടുള്ള ആൾക്കാർക്കറിയാം അത്ര നല്ല ട്രാവൽ എക്സ്പീരിയൻസ് ഒന്നല്ല. അപ്പോൾ നമ്മൾ പോകുന്നതിനിടയ്ക്ക് നമ്മൾ കൂട്ടാലയുടെ എത്തിയ സമയത്ത് അവിടെ നിന്നൊരു പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചു. കാര്യം വണ്ടിയിൽ പെട്രോൾ കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ബൈക്ക് എടുത്താണ് പോകുന്നത്. കാര്യം നമ്മൾ വണ്ടിയായിട്ടൊന്നുമല്ല വന്നത്. നമ്മൾ മുംബൈയിൽ നിന്ന് നാട്ടിലേക്ക് ഒരു 1 വീക്ക് ലീവിന് പോയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പോയൊരു ടൈമിൽ 2 ദിവസം അപ്പൂൻ്റെ വീട്ടിൽ നിന്നു, ബാക്കി 3 ദിവസം എൻ്റെ വീട്ടിലായിരുന്നു നിന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിലാണ് നമ്മൾ വയലട നമ്മുടെ മൈൻഡിലേക്ക് വന്നത്. വേറെയും കുറേ സ്ഥലങ്ങൾ നോക്കി വയലട പോകാമെന്ന് ഞങ്ങൾ 2 പേരും കൂടെ അവസാനം ഫൈനലൈസ് ചെയ്ത് പോവാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ താമരശ്ശേരി ചുരമൊക്കെ പോകുന്ന സമയത്ത് ഹെയർ പിൻ ഇല്ല. അതുപോലെ 2-3 കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ എണ്ണിയിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരു 2-3 ചിലപ്പോൾ അതിൽ കൂടുതൽ ഹെയർ പിന്നോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ റോഡ് യാത്ര കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായി. അവസാനം നമ്മൾ എത്തി ഗൈസ്, വയലട വ്യൂ പോയിൻറ്റിൻ്റെ എൻട്രൻസിലോട്ട് എത്തി. ഇവിടെ നിന്നും കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. വയലട വ്യൂ പോയിൻറ്റിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നില്ലേ അവിടെ, ബേ ക്ലൗഡ് ഗ്ലാസ് ബ്രിഡ്ജ്, അവിടേക്കും നമ്മൾ പോകുന്നുണ്ട്. അത് നമ്മൾ വയലട വ്യൂ പോയിൻറ്റിലേക്കാണ് പോയത്. അപ്പോൾ ഈ ഒരു സ്ഥലം ഇതിലൂടെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ നിങ്ങളെ ജസ്റ്റ് ആ വഴിയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തതേ ഉള്ളൂ. വലിയ ചെറിയ കല്ലുകളൊക്കെ ഉള്ള ഒരു വഴിയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് നല്ല പേടിയായിരുന്നു. ഉരുണ്ട് വീഴോ 2 പേരും എന്നുള്ള ഭയം എനിക്ക് അതിയായി ഉണ്ടായിരുന്നു. പക്ഷേ വീണിട്ടൊന്നുമില്ല, നമ്മൾ സേഫായിട്ട് അവിടെ എത്തി. അപ്പോൾ ഇതാണ് വയലട വ്യൂ പോയിൻറ്റിലേക്കുള്ള എൻട്രൻസ്. അപ്പം അപ്പുവാണ് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആക്ച്വലി ഇത് എൻ്റെ വീഡിയോ മുന്നിൽ നടക്കുന്ന പോലെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് അവനോട് പറയാനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല. അപ്പം ഞാൻ അവൻ്റെ വീഡിയോ എടുത്തു. അങ്ങനെ കഴിച്ച് നമ്മളത് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നടക്കാണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിംഗ് ഒന്നും ഞാൻ നോക്കിയില്ല. എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റൊക്കെ നടക്കാനുണ്ടാകും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീഷോന്നൊരു മൊബൈൽ സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അത് എടുത്തുകൊണ്ട് കാര്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമുണ്ടായി. 2-3 പിക്സൊക്കെ കിട്ടി. പിന്നെ അത് വെച്ചിട്ടായിരുന്നു ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത്. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല സാധനമാണത്. മീഷോന് അധികം റേറ്റ് ഒന്നുമില്ല, നമുക്ക് അഫോർഡബിളായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നൊരു മൊബൈൽ സ്റ്റാൻഡാണ്. ട്രൈപോഡ് വലിയ സെറ്റപ്പ് ട്രൈപോഡൊന്നുമല്ല, അത്യാവശ്യം നമുക്ക് ചെറിയ കുഞ്ഞു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി സാധനമായിട്ട് എനിക്കത് ഫീൽ ചെയ്തു. ഓക്കെ, അപ്പം നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ എത്തും, അധികം സമയമൊന്നുമില്ല. വീഡിയോയിൽ പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല. വളരെ കുറച്ചായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നും മാത്രമാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. കാര്യം ഇതുപോലെ ഒരു ഷേപ്പിലുള്ളൊരു സ്ഥലമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടി വേണം നമ്മൾ മുകളിലോട്ടേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് പെട്ടെന്ന് ഈ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോഴല്ലോ ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റാണ്. പോയിട്ടുള്ള ആളുകൾക്കറിയാം, നല്ല രസമാണ് അവിടെ എത്തുമ്പം. ശരിക്കും സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ നന്നായിട്ട് കിതയ്ക്കും. ഞാൻ പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ പിന്നെ ഹിൽ ടോപ്പിലേക്കും അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതൊക്കെ കയറുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഞാൻ അങ്ങനെ കിതയ്ക്കും. എൻ്റെ ബോഡി അത്ര നല്ലതല്ലാതെ എനിക്ക് അപ്പം ഫീൽ വരും. കാര്യം എക്സസൈസൊക്കെ ചെയ്യാത്തതുകൊണ്ടാവും. പക്ഷേ അവനൊരു കുഴപ്പമില്ല. അവനങ്ങനത്തെ യാതൊരു കിതപ്പോ ടയർഡ്നെസ് ഫീലിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര ഉഷാറായിട്ട് മുന്നിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വലിയ പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അവിടെ പോയിട്ടുള്ള ആൾക്കാർക്ക് പറയാം, കുറച്ച് ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക്
പോയിട്ട് വരാം, നടക്കാനും പറ്റും. പക്ഷെ ശ്രദ്ധിച്ചാൽ മതി, അവിടേക്ക് പോകുന്ന സമയത്ത് ഹീൽസ് ഒന്നും ഇട്ട് പോകാണ്ടിരിക്കാനായിട്ട് ഗേൾസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വഴിയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹീൽസൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും. കാര്യം നടക്കാൻ പറ്റില്ല. നിങ്ങൾ ഷൂസോ ക്രോക്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കംഫർട്ടബിൾ ആയിട്ടുള്ള ചപ്പൽസ് ഇട്ടിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഗൈസ് നമ്മളിതേ നമ്മുടെ വയലട വ്യൂ പോയിൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു നല്ല തിരക്കുണ്ടാവും. കാര്യം ഒരു വീക്കെൻഡ് ടൈമിലാണല്ലോ നമ്മൾ പോയത്. എനിക്ക് തോന്നുന്നൊരു ശനി ഞായർ ആ ടൈമിലാണ് പോയിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല തിരക്കുണ്ടാവുന്നു. പക്ഷേ അധികം തിരക്കൊന്നുമില്ല. കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫോട്ടോ എടുക്കുന്നതിന് ഞാൻ വിചാരിച്ച അത്ര ഒരു തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. കുറച്ച് പേര്, വളരെ കുറച്ച് പേര് മാത്രം. പിന്നെ കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ആ വീഡിയോയിൽ 2 പേരെ കണ്ടില്ലേ, അവർ റൈഡേഴ്സാണ്. പേരൊന്നും നമ്മൾ ചോദിച്ചില്ല. പക്ഷെ നമ്മൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ മുന്നേ അവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഇവിടെ എത്തിയ സമയത്ത് കുറച്ച് വീഡിയോ എടുക്കുകയാണ്. അപ്പൂൻ്റെ ഫോണിലായിരുന്നു വീഡിയോ എടുത്തത്. കാര്യം എൻ്റെ ഫോണിലുള്ള സ്പേസൊക്കെ തീർന്ന് ഫോൺ ഞാൻ മെല്ലെ പോക്കറ്റിൽ വെച്ചു. കാര്യം സ്പേസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ അവൻ്റെ ഫോണിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വയലട വ്യൂ പോയിൻറ്റിൽ ഒരുവിധം വയലട പോയ എല്ലാ ആൾക്കാരും ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത് ആ ഒരു വലിയ പാറേൻ്റെ മുകളിൽ ഇരുന്നിട്ടുള്ള ഒരു പിക്കായിരിക്കും ഈ ഒരു സംഭവത്തിൽ. അപ്പോൾ ഇത് ആക്ച്വലി എല്ലാവരും പറയുന്നത് കേൾക്കാം, ഭയങ്കര തണുപ്പുള്ള ടൈമിലൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, നല്ല രസമാണ് കാണാമെന്നൊക്കെ. നമ്മൾ പോയ സമയത്ത് അധികം കോടയോ വലിയ തണുപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു പിക്ക് എനിക്ക് അപ്പു എടുത്ത് തന്നിട്ടുള്ളതാണ്. ഭയങ്കര രസമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ തിരിച്ച് ഞാൻ അപ്പൂനെ കുറച്ച് ഫോട്ടോസ് എടുത്ത് കൊടുത്തു. ഞാൻ ഫോട്ടോ എടുക്കുന്നതിൽ അത്ര അടിപൊളിയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ കുറേ ഫോട്ടോ എടുത്തതിൽ അതിന് അപ്പൂര് 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി. പിന്നെ നമ്മൾ ഈ ട്രൈപോഡൊക്കെ വെച്ചിട്ട് അഗെയിൻ നമ്മൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. കുറച്ച് ഫോട്ടോസൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, ബാക്കി കുറച്ചൊക്കെ കണക്ക് തന്നെയാണ്. അപ്പം നമ്മൾ കുറച്ച് അവിടെ ഇരുന്ന് ചില്ല് ചെയ്തു. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ, ഫാമിലി ആയിട്ടെന്ന് പറയുമ്പം നിങ്ങൾക്ക് മീൻസ് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെയുള്ള പാരൻസൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വരാത്തായിരിക്കും നല്ലത്. കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് നടക്കാനൊക്കെ, കയറ്റമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നടക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഈ ക്ലൗഡ് ബേ, അതായത് ബ്രിഡ്ജ് വരുന്ന സ്ഥലമാണ്. വയലട ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ആ വയലട ബ്രിഡ്ജ് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ്, അതിൻ്റെ അടുത്തൊന്നുമല്ല. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ്. ബൈക്ക് എടുത്തിട്ട് കുറച്ച് പോകാനുണ്ട്. ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലേസും കാര്യങ്ങളും ലൊക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് നമ്മളും പോയത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ പോയിട്ടില്ല, അപ്പവും പോയിട്ടില്ല. നമ്മൾ ഫുൾ ഗൂഗിൾ മാപ്പിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ക്ലൗഡ് ബേയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് സ്റ്റെപ്പുണ്ട് ഗൈസ്. സ്റ്റെപ്പ് കയറി ഞാനൊരു വിധായി തന്നെ വേണമെങ്കിൽ പറയാം. കാര്യം 1-2 സ്റ്റെപ്പൊന്നുമല്ല, കുറച്ചധികം ഉണ്ട്. നടന്ന് ഞാൻ അവസാനം അപ്പൂൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ എനിക്ക് കയറണ്ട, നമുക്ക് തിരിച്ച് പോവാഹേന്ന്. പക്ഷെ അവനുണ്ട് അവിടുന്ന്, അവൻ കയറി ഉഷാറായിട്ട് മുന്നിൽ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്താനായി. അവിടെ ഈ പറയുന്ന പോലെ ഭയങ്കര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ആൾക്കാരൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ എത്തുന്നതിൻ്റെ മുന്നേ 1-2 പാർട്ടീസ്, അത് 1-2 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവർ പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ മാത്രമായിരുന്നു അവിടെ. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വേറെ ആൾക്കാർ വന്നത്. അപ്പോൾ ഞാൻ അപ്പൂൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നടക്കുന്നൊരു വീഡിയോ എടുക്കുന്നു. ഇതിപ്പോൾ എല്ലാം കൂടി മറ്റേ ഭീമൻ്റെ ഒക്കെ നടക്കുന്ന പോലെ ഞാനൊരു അസ്തറ്റിക് ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കാനായിരുന്നു പറഞ്ഞത്. പക്ഷെ അത് വൻ കോമഡി അപ്പോൾ ഗൈസ്, ഞാൻ ആ ശ്രമം ഞാനവിടെ ഉപേക്ഷിച്ചു. ഗൈസ് എൻ്റെ ഉപ്പാണല്ലേ ഗൈസ്, സത്യം പറയാലോ ഗൈസ്. നിങ്ങളിപ്പോൾ കേട്ടത് ഒരു ട്രാവലറുടെ രോദനമാണ്. സ്റ്റെപ്പ് കയറി വയ്യാണ്ടായൊരു ട്രാവലറുടെ രോദനം. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലോട്ടേക്ക്. അപ്പോൾ വന്ന സമയത്ത് ഞാനും അവനും കുറച്ചധികം എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്ലേസ് അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടൊന്നും തോന്നിയില്ല. ബട്ട് വയലട വ്യൂ പോയിൻറ്റ് അടിപൊളിയായിരുന്നു. അപ്പം കുഴപ്പമില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലൈമറ്റ്, നമ്മൾ വന്ന ക്ലൈമറ്റ് അത്ര ഒരു ശരിയില്ലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കോട മഞ്ഞ് അങ്ങനത്തെ ഒക്കെ വരുന്ന ടൈം, ആ ഒരു ടൈമിലൊക്കെയാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാവും. കാര്യം ഫ്രണ്ട്സായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സെറ്റാണ്. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് നിങ്ങൾക്ക് ആ ഒരു ഏരിയ, നമ്മുടെ പെരുവണ്ണാമൂഴി ഡാമും ആ കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ആ ഒരു ഏരിയ ഫുള്ളായിട്ട് നമ്മുടെ പേരാമ്പ്ര ഭാഗം, ചക്കിട്ടപ്പാറ, കായണ്ണ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഏരിയ ഒക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നല്ല രസമാണ്. ഫുള്ള് എന്താ പറയുക, വയലും തോടും പറമ്പും
അപ്പോൾ അതൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട് ആ ഒരു ടോപ്പെന്ന്. പിന്നെ നമ്മുടെ കൂടെ വേറൊരു കപ്പിളും ഉണ്ടായിരുന്നു. അവരെ കൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോ എടുപ്പിച്ചു. അവരാദ്യം എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഫോട്ടോ എടുത്ത് തരുമെന്ന്. അപ്പം അവരൊരു ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ ഒബിയസ്ലി നമ്മളെ 2 ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ കിടന്ന് കറങ്ങുന്നത് എന്താ നിങ്ങൾ ഇപ്പം വിചാരിക്കുന്നുണ്ടാവും. അത് റീലെടുക്കാൻ വേണ്ടിയാണ് ഗൈസ്, വേറെ ഒന്നുമല്ല. സംഭവം കുറച്ച് നാളായി വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട്, പക്ഷേ ഇന്നാണ് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയത്. അപ്പോൾ എഗെയിൻ ഓരോ പ്രശ്നങ്ങൾ, ഓരോ വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നിനും വേണ്ടിയല്ല ഗൈസ്. ഇൻസ്റ്റഗ്രാമിൽ റീലിടാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ രീതിയിലുള്ള ഓരോ ഓരോ മോഡലായിട്ടുള്ള ഓരോ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തരാൻ വേണ്ടി പറയണം. അപ്പോൾ എന്നിട്ട് അവസാനം അപ്പോൾ പറയുകയാണ് ഒന്ന് നിർത്തി പോവുക, സമാധാനം തരുമെന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്നുള്ളൂ, അധികം ടൈം സ്പെൻഡ് ചെയ്തില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പോകുന്ന സമയത്ത് ഇരുടായി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ലേറ്റ് ആയില്ല അധികം. അങ്ങനെ ഗൈസ് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് കായണ്ണ ഭാഗത്ത് എത്തുന്നതിൻ്റെ മുന്നേ ഒരു ചെറിയ കടയിൽ നമ്മൾ 2 ചായയും പഴംപൊരിയും കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.